Thank you so much for coming and gracing. എല്ലാവർക്കും നമസ്കാരം. പിഷാരടി ഇറങ്ങിയ വേദിയിൽ ടിൻചേട്ടന്റെ സാന്നിധ്യത്തിൽ പിന്നെന്ത് സംസാരിക്കുന്നുള്ളത് വലിയ പ്രശ്നമാണ്. മിണ്ടൂല. ഒത്തിരി സന്തോഷമാണ്. എനിക്ക് ആകാശ് പറഞ്ഞതാണ് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. ആകാശിന്റെ സ്വപ്നങ്ങൾ കടന്ന് ഇവിടേക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടിയെന്ന് പറയുന്നില്ലേ, അങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് സീറ്റ് കിട്ടിയാലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അങ്ങനെ ഒരാളും കൂടിയാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് അങ്ങനെ സീറ്റ് കിട്ടട്ടെ. ഓരോ സിനിമകളും അങ്ങനെ ആഗ്രഹങ്ങളുമായി സംഭവിക്കട്ടെ. നാദർഷക്കയുടെ സിനിമകളിൽ അഭിനയിച്ചവരാണ് ഇവിടെ കൂടുതലിരിക്കുന്നത്. 7 കണക്കാണ് എല്ലാവർക്കും ഉള്ളത്. ജയേട്ടനൊക്കെ നമ്പർ കൂടുതലാണ്. പക്ഷെ 7 സിനിമയുടെയും ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് എനിക്ക് വിഷമമില്ലാത്ത എന്തറിയോ, നമ്മൾ ഈ ചാൻസ് ചോദിക്കുന്നത് ജയേട്ടനാണ് നമ്മുടെ ഗുരു കേട്ടോ. ജയേട്ടനാണ് നമ്മൾ ചാൻസ് ചോദിക്കേണ്ട അല്ലേ? മലയാള സിനിമയിലെ ആരുടെ ചോദിക്കും. അപ്പം അതുപോലൊക്കെ തന്നെ നമ്മൾ ചോദിക്കും. സിനിമയൊക്കെ വരുന്ന സമയത്ത് സംവിധായകരെയും അതിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ വിളിക്കും. നമുക്കിങ്ങനെ പറ്റുമോ, നമ്മളെ കൂടിയിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഈ സ്റ്റീരിയോ ടൈപ്പ് കുറേ ഉത്തരങ്ങളുണ്ട്. ഇതിൽ നിനക്ക് പറ്റിയതില്ല, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ വെറുതെ നിർത്താൻ പറ്റുമോ, നീ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷേ ഞാൻ നാദർഷക്കയുടെ മാത്രം എന്നോട് ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കുണ്ട്, വെറുതെ വന്ന് നിൽക്കണ്ടടാ. അതിൽ ഭയങ്കര ഒരു സ്നേഹമുണ്ട്. നാദർഷക്ക മാത്രം പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണത്, വെറുതെ വന്ന് നിൽക്കണ്ടടാ. അത് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ 7 പ്രാവശ്യം ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പൊ 8ാമത്തെ പ്രാവശ്യത്തെ കേൾക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അപ്പം സാധാരണ സംവിധായകർ പറയാത്തൊരു വാക്കാണത്, വെറുതെ വന്ന് നിൽക്കണ്ടെന്ന്. അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാന്ന്. അപ്പം വെറുതെ അല്ലാതെ നിൽക്കാൻ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും അവസരം തരുമ്പോൾ എനിക്കും തരട്ടെ. ഹരിശേഷോടൻ ഇവിടെ ഇരിപ്പുണ്ട്. മലയാള സിനിമയിൽ 40 വർഷമാണ് അല്ലേ. നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആളല്ല, നമ്മുടെയൊക്കെ ഒരു ചെറുപ്പം ആഘോഷിപ്പിച്ച് തന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടി മലയാള സിനിമയോ അല്ലെങ്കിൽ മലയാളമോ ആഘോഷിക്കേണ്ടതുണ്ടെന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. 80 ഉണ്ടാ. അപ്പം ഇങ്ങനെ ഒരു വലിയ സദസ്സിൽ അവിടെ ഒരു സീറ്റ് തന്നതിന് ഈ സിനിമ വലിയ സന്തോഷമുണ്ട്. 2026 സക്സസിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഉണ്ടാവട്ടെ. അതിൻ്റെ